ഹാരിസ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാമോട് കൂടിയിട്ട് നമ്മുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇംഗ്ലീഷിൻ്റെ പ്ലാൻ എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ വരുന്ന 3-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർക്ക് ആക്ച്വലി 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 28, 29 ഇല്ല, 1, 2 അല്ലെ, ഈ കറക്റ്റ് 3 ദിവസമാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു 4 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ 3-ാം തീയതി രാവിലെ മോർണിംഗ് ബൂസ്റ്റർ അടക്കം നമ്മളൊരു കിടലൻ പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നല്ല പ്ലാനോട് കൂടി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കും അവസാനത്തേക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ നല്ല ഈ പ്ലാനോട് കൂടി കഴിഞ്ഞാൽ ഇവൺ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വരെ സെറ്റ് ആക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ 28-ാം തീയതി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ് സാറേ? ആക്ച്വലി കംപ്ലീറ്റ് ചാപ്റ്റർ പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിന്റെ A to Z കാര്യങ്ങൾ, പിന്നെ അതിലെ പോയിന്റ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എന്താക്കും നമ്മുടെ ലൈവിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ അതിന്റെ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ അത് ക്ലിയർ ആയി പോകും. ചില ആൾക്കാർക്ക് ചാപ്റ്ററിന്റെ പേര് പോലും അറിയാത്തവരുണ്ട്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ ചില ഇൻസിഡൻസ് ആണെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഒക്കെ എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ അതെല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 28-ാം തീയതി ലൈവ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. എന്നാൽ നമ്മൾ 1-ാം തീയതി മാർച്ച് 1-ാം തീയതി നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വെച്ചാൽ റൈറ്റിംഗ്സ് ആൻഡ് ഗ്രാമർ ആണ്. കംപ്ലീറ്റ് ഡിസ്കോഴ്സുകളും പിന്നെ പൊതുവെ കുട്ടികൾ പറയുന്ന സാധനമാണ് ഗ്രാമർ. ആ ഗ്രാമർ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി. ഗ്രാമർ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു ഫോർമുല നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരും. പ്ലസ് നമ്മൾ റൈറ്റിങ്സ് എങ്ങനെ നമ്മളൊരു സ്പീച്ച് എഴുതണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എസ്സേ കംപ്ലീറ്റ് ആക്കേണ്ടത്, അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാരത്തോൺ ആയിരിക്കും നമ്മുടെ 1-ാം തീയതി ഉണ്ടാകുന്നത്. 2-ാം തീയതി ആക്ച്വലി നിങ്ങൾക്ക് ഒരു മെഗാ മാരത്തോൺ എക്സാം എഴുതാൻ പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം മാക്സിമം നമ്മൾ സമയം എടുത്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ചാപ്റ്ററും അതുപോലത്തെ അതിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഡിസ്കോഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടണമെങ്കിൽ, ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ തൊട്ട് തലേ ദിവസത്തെ 28-ലെയും 1-ാം തീയതിയിലെയും ലൈവ് കണ്ടിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു റിവിഷൻ ആയിരിക്കും ശരിക്കും ഈ പറഞ്ഞ മെഗാ മാരത്തോണിൽ നമ്മൾ ഉണ്ടാവുക അല്ലെ. 28-ന്റെയും 1-ന്റെയും കണക്ഷൻ ആണ് മെഗാ മാരത്തോൺ. ഇനി 2-ാം തീയതി കഴിഞ്ഞു. 3-ാം തീയതി രാവിലെ 6 മണിക്ക് നമ്മുടെ ഒരു മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ബ്രഷപ്പ് ചെയ്തിട്ട് എല്ലാ ആൻസേഴ്സും എങ്ങനെ എഴുതണം, എത്ര എഴുതണം, ഓരോ മാർക്കിനും എത്ര എഴുതണം അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് വിടുക എന്നതാണ് നമ്മുടെ ഒരു, അതായത് നമ്മുടെ ഡിസ്കോഴ്സുകളുടെ ഒക്കെ ഫോർമാറ്റുകൾ ഒന്നും കൂടി മനസ്സിലേക്ക് പതിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്താക്കുന്നുള്ളൂ, വിടുന്നുള്ളൂ. അതായത് ഇത്രയും ദിവസത്തെ കംപ്ലീറ്റ് പ്ലാനും സൈലത്തിൽ നാച്ചു സാറും നമ്മൾ എന്താണ് ഫുൾ സെറ്റാണ്. പക്ഷേ ഇനി നിങ്ങൾ റെഡി ആവണം. നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ആക്ച്വലി ഇനിയുള്ള 28-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ എന്താക്കും മുതൽ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് പ്ലാനോട് കൂടി നമ്മൾ സഞ്ചരിക്കും. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ഒരുമിച്ച് സെറ്റാകും.